ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിങ്ങനെ. അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരം പോവാണ്. ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പോവാണ്. അപ്പം സാധാരണ ഞങ്ങൾ പുലർച്ചയ്ക്കൊക്കെയാണ് പോവാറുള്ളത്. അപ്പം നമ്മൾ കോഴിക്കോട് പോണ പോലെ എറണാകുളം പോണ പോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. എന്തായാലും നല്ലോണം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് പുലർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തുമ്പോഴും പിന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഫുള്ള് ഉറക്കക്ഷീണത്തിലായിരിക്കും. അത് തന്നെ ഞങ്ങൾ തലേ ദിവസം പോയി അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് രാവിലെ പോവാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ തലേ ദിവസം തന്നെ അവിടെ എത്താനായിട്ട് പോവുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ സ്ലീപ്പറിൽ ബുക്ക് ചെയ്യാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം മുന്നേ അറിഞ്ഞത്. അത് കാരണം തന്നെ ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് ബുക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ കുറെ നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അധികം എവിടെയും ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറെ ട്രെയിനിൽ നോക്കി, എല്ലാവിടെയും ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഞങ്ങൾ കുറെ ജനറലിലുള്ള ഒരു ട്രെയിനിലാണ് കയറിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം കയറുന്ന ടൈമിലൊന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ കൂടിക്കൂടി വരാൻ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അച്ഛൻ കുറച്ച് തടിയുള്ളതുകൊണ്ട് എനിക്ക് കിടക്കുമ്പോഴും ഭയങ്കര സോഫ പോലെ ഉണ്ടാവും. അതാരം തന്നെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അമ്മൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ എനിക്കധികം ഉറങ്ങാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ ഒന്നും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു പോണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക്. പിന്നെ ഞങ്ങൾ അവസാനം വിചാരിച്ചു പോവാ, എന്തായാലും ഒന്ന് പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാന്ന്. പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു ഫിലിമിന്റെ പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതേ മ്യൂസിയം ഹാൾ തന്നെ ആയിരുന്നു, ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നൊക്കെ. പിന്നെ ഞങ്ങള് ഇവിടുന്ന് ട്രെയിനിൽ വല്ലതും മേടിച്ച് കഴിക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ മാഗി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചു. അത് കാരണം തന്നെ കുറച്ച് വയറിന് ആശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചിലവരൊന്നും വരത്തില്ല ചില ട്രെയിനിൽ നിന്നൊന്നും. അപ്പോൾ തന്നെ വിശന്നിട്ടിരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കൈവച്ചു. പിന്നെ എനിക്ക് ഒന്നാമത് ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. ട്രെയിനിൽ മാത്രമല്ല, എനിക്ക് എവിടെ പോയാലും പുറത്തൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരു രാത്രിയൊക്കെ ആവാറാകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ തപ്പിപ്പോയി. പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം ഒരുപാട് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്കൊരു രാത്രി മാത്രമല്ലേ വിചാരിച്ചിട്ട് എടുത്താണ്. പിന്നെ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തപ്പിപ്പിടിച്ച് വേറെ സ്ഥലത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകണ്ട തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ KSRTC ആ ഭാഗത്തുള്ള റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അവിടെ എത്തും. അത് കാരണം തന്നെ ഞങ്ങൾ എത്ര വൈകി കിടന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ തലേ ദിവസം വന്നത് കാരണം തന്നെ പെട്ടെന്ന് വേറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മെല്ലെ പോയാൽ മതി, പിന്നെ നമുക്ക് മെല്ലെ സമാധാനത്തിൽ പോയാൽ മതി. ഇവിടുന്ന് നമ്മൾ ഒരു പുലർച്ചയ്ക്കൊക്കെ പോവാന്നുണ്ടെങ്കിൽ ഫുള്ള് ടെൻഷനായി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അതൊക്കെ പ്രശ്നമാകാൻ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിലേക്കാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ദൂരെ ഇങ്ങോട്ട് വരുന്ന ടൈമിലൊക്കെ ഞങ്ങൾ റൂം എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ മെല്ലെ എണീച്ചത്. അപ്പം അധികം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ നേരത്തേക്ക് എണീറ്റു. പിന്നെ ഞങ്ങൾ കുറെ നേരം ഇരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോയി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ചെറുതായി ലിപ്സ്റ്റിക് ഒക്കെ ഇടണമായിരുന്നു. പിന്നെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ രാവിലെ തന്നെ നേരത്തെ പോയിട്ട് അവിടെ പോയി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ റൂമിൽ പോയി ഞങ്ങളൊരു റീലൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ ഇതിനു മുമ്പ് തിരുവനന്തപുരം വന്നപ്പോഴും ഇപ്പോഴും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യമാണ് എൻ്റെ അപ്പവും മുട്ടക്കറിയും. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചെത്തി. പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റീലൊക്കെ എടുക്കണം എന്ന്. അപ്പോൾ റീലൊക്കെ എടുത്ത് പിന്നെ ഒരു മാഷ്മലോ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ എനിക്ക് മാഷ്മലോ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് കളറൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മേടിച്ചാണ്. എന്നാലും എനിക്ക് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. അമ്മ ഞാനിങ്ങനെ പൈസ കളഞ്ഞു പറഞ്ഞ് ദേഷ്യപ്പെടും പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം കുറച്ച് നേരം ഞങ്ങൾ റൂമിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പ്രോഗ്രാമിന് പോയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് അമ്മ സദ്യ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത്. അങ്ങനെ നല്ല ടേസ്റ്റ് പറയാൻ ഒരുപാട് ടേസ്റ്റ് ഒന്നും ഇല്ല, നല്ല കുഴപ്പമില്ല.
എനിക്ക് എറണാകുളത്ത് നിന്നൊക്കെ കഴിച്ച ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ഒരു തിരുവനന്തപുരത്ത് നിന്ന് കഴിച്ച ബിരിയാണി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കടന്റെ ആണോ അതോ എന്തിന്റെയാന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് റൂമിലൊക്കെ ഇരുന്ന് അതിനുശേഷമാണ് പിന്നെ ട്രെയിൻ കയറാൻ വേണ്ടി പോയത്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ നോക്കിയപ്പോഴാണ് ഇവിടെ തന്നെ ആയിരുന്നു ട്രെയിൻ നിന്നിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അത് കാരണം തന്നെ ജനറൽ കയറിയാലും ഒരുപാട് നല്ലോണം ജനറലും ഉണ്ട്, അതേപോലെ തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം വന്നപ്പോൾ ഇതേ ട്രെയിൻ തന്നെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ആവണ്ട വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ലേസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 മണിക്കാണ് കയറിയെന്നുണ്ടെങ്കിലും 2 മണിയൊക്കെ ആയി വീടെത്തുമ്പോൾ. ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ വന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് വരണം. അത് കാരണം തന്നെ കുറച്ച് നല്ലോണം ദൂരമുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടെ ഒരു 2 മണിയൊക്കെ ആയി. പിന്നെ ഈ ട്രെയിനിൽ അധികം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ആദ്യം ചെറുതായിട്ടൊക്കെ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു, പിന്നെ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല തിരക്ക്. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആലത്തൂർ ഇറങ്ങി. പിന്നെ അച്ഛൻ്റെ വണ്ടി എടുക്കണം. അച്ഛൻ്റെ വണ്ടി എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.